Hi friends, welcome to Neethas Tasteland. നമുക്ക് ഇന്ന് വളരെ എളുപ്പത്തിൽ ചപ്പാത്തിക്ക് ഒരു കറി ഉണ്ടാക്കിയാലോ. നമ്മൾ ചപ്പാത്തിയുടെ കറികളായിട്ട് കുറേ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. കൂടുതലും ചെയ്തിരിക്കുന്നത് ചപ്പാത്തിയുടെ കറികൾ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കറി തന്നെയാണ്, നമ്മുടെ ചന്ന മസാല. പക്ഷെ ചന്ന മസാല നമ്മൾ അന്ന് ഉണ്ടാക്കിയത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു. കുറച്ചധികം സമയം എടുത്തിട്ടാണ് നമ്മൾ ആ കറി റെഡിയാക്കി എടുത്തത്. ഇന്ന് അതിന്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പ്രഷർ കുക്കറിൽ എങ്ങനെയാണ് ചന്ന മസാല ഉണ്ടാക്കുക എന്നാണ് ഞാൻ ഇന്നിപ്പോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു റെസിപ്പി ആകുമ്പോൾ നമുക്ക് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കാണെങ്കിലും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനാണെങ്കിലും ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതുപോലെ ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് പേടിക്കേണ്ട. ഇൻഗ്രീഡിയൻസ് അധികം ഉണ്ടെങ്കിലും നമ്മൾ ആ ചന്ന മസാലയിൽ ചേർത്തിരിക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്, പക്ഷെ ചെയ്യുന്ന രീതി ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയാണ്. കഴിക്കാനും ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചന്ന മസാല ഒന്ന് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അതിന്റെ അഭിപ്രായം പറയാം. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈസി പ്രഷർ കുക്കർ ചന്ന മസാല ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഈസി പ്രഷർ കുക്കർ ചന്ന മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോ വെള്ളക്കടല, അതായത് കാബൂളി ചന്ന 1.5 കപ്പ് കടല എടുത്തിട്ട് 8 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് കുറച്ച് മസാലകൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ബേ ലീഫ് ഉണ്ട്, 2 പീസ് പട്ട എടുത്തിട്ടുണ്ട്, ഗ്രാമ്പു, ഏലക്ക, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കസൂരി മെത്തി, 2 വലിയ സവാള കട്ട് ചെയ്തത്. 1.5 കപ്പ് കടലയ്ക്കാണ് ഞാൻ 2 വലിയ സവാള എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളി ഉണ്ട്, 2 തക്കാളി, മല്ലിയില. ഇത് നമ്മുടെ നല്ല ജീരകം ചൂടാക്കി പൊടിച്ചതാണ്. ജീരകം പൊടിച്ചതില്ലാന്നുണ്ടെങ്കിൽ ജീരകം അങ്ങനെ തന്നെ ചേർത്താലും മതി. നമ്മൾ അരയ്ക്കാനാണ് എടുക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ജീരകം തന്നെ ചേർത്താലും. പിന്നെ ഇതിപ്പോ ചന്ന മസാലയാണ്. ചന്ന മസാല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏത് ബ്രാൻഡിന്റെ വേണമെന്നുണ്ടെങ്കിലും സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടും. അത് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ എടുത്തത് നമ്മുടെ ഗരം മസാല. പിന്നെ നമുക്ക് ഇതിൽ ആവശ്യമുള്ളത് വെജിറ്റബിൾ ഓയിലാണ്, അതായത് സൺഫ്ലവർ ഓയിൽ. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഈ കറി റെഡിയാക്കുന്നത്. പിന്നെ കുറച്ച് ചൂടുവെള്ളം വേണം. ആദ്യം നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കാം. മസാല എന്ന് വെച്ചാൽ നമ്മളൊരു അരപ്പാണ് റെഡിയാക്കുന്നത്. അരപ്പ് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് എല്ലാം ചേർത്തിട്ട് കുക്ക് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. വെളുത്തുള്ളി നമ്മൾ കട്ട് ചെയ്ത് ചേർക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ ചേർത്താൽ മതി. ഇഞ്ചി ഒന്ന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 2 തക്കാളി കട്ട് ചെയ്ത് ചേർക്കാം. തക്കാളിയുടെ വലിപ്പമൊന്നും പ്രശ്നമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് വലിപ്പത്തിൽ കട്ട് ചെയ്താലും അരഞ്ഞോളും. അതുകൊണ്ട് തന്നെ വലിപ്പം കൂടിപ്പോയാലും അതൊന്നും കുഴപ്പമില്ല. ഞാനിപ്പോ മിക്സിയുടെ ചെറിയ ജാർ മാറ്റിയിട്ട് വലിയ ജാർ എടുത്തു കേട്ടോ. എന്താന്ന് വെച്ചാല് അരയാൻ എളുപ്പം ചെറിയ ജാറാണ്, പക്ഷെ എല്ലാം കൂടി അതിൽ കൊള്ളില്ല. അതുകൊണ്ട് ഞാനിപ്പോ വലിയ ജാർ എടുത്തു. ഇതിലേക്ക് നമ്മൾ പൊടികളും കൂടി ഒരുമിച്ച് ചേർക്കാണ്. മല്ലിപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ ജീരകം പൊടിച്ചത്, നല്ല ജീരകമാണ്, മഞ്ഞൾപ്പൊടി, നമ്മുടെ ചന്ന മസാലയുടെ മസാല. അതിപ്പോ ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർത്തില്ല എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല. ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. അപ്പോൾ ഈ മസാല ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 പച്ചമുളക് ചേർത്ത് അരച്ചാൽ കുറച്ചുകൂടി എരിവുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറിന് എരിവ് കുറവാണ്. അപ്പോൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ പച്ചമുളക് ചേർക്കണ്ട. ഇല്ലാന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് ചേർത്തിട്ട് അരച്ചാൽ എരിവുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എരിവുണ്ടാവില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ നമ്മുടെ ഗരം മസാലപ്പൊടിയിൽ കുരുമുളകിന്റെ ചെറിയ എരിവുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്ത ഗരം മസാലപ്പൊടി ആയതുകൊണ്ടാണ് ചെറിയ എരിവുള്ളത്. ഇതിലേക്ക് കുറച്ച് കസൂരി മെത്തിയും ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ മസാലകളെല്ലാം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തക്കാളി ഉണ്ടായതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളമേ ചേർത്തിട്ടുള്ളൂ അരയ്ക്കാനായിട്ട്. മിക്സിയുടെ ചെറിയ ജാറിലാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം പോലും വേണ്ടി വരില്ല നമുക്ക് അരയ്ക്കാൻ. ഇപ്പോൾ നമുക്കിനി കുക്കർ ചൂടാക്കിയതിന് ശേഷം ഈ മസാല ഒന്ന് സോട്ട് ചെയ്തെടുക്കാം.
ഒപ്പം തന്നെ ഞാനിപ്പുറത്ത് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. നോർത്ത് ഇന്ത്യൻ റെസിപ്പീസ് ചെയ്യുമ്പോൾ നമ്മൾ വെജിറ്റബിൾ ഓയിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ഓയിലിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ഉണ്ടല്ലോ, നമ്മുടെ പട്ട 2 പീസ്, അതുപോലെ തന്നെ 2 ഏലക്ക, 4 ഗ്രാമ്പു, 2 ബേ ലീഫ്, പിന്നെ പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇതിപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. നമുക്ക് അരപ്പ് ചേർത്ത് അരപ്പിലേക്ക് കടലയും ചേർത്തിട്ട് ഇതെല്ലാം ചേർത്തിട്ട് വെള്ളം ചേർത്ത് കുക്ക് ചെയ്യാം. ഇതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട് ഈ രീതിയിൽ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ രീതിയിൽ കാണിച്ചു തരുന്നത്. നമ്മുടെ ഈ സ്പൈസസ് ഒന്ന് ചൂടായി പെരിഞ്ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പ് ചേർക്കാം. ഈ അരപ്പ് ചേർത്തതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക, ഈ അരപ്പിന്റെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ചന്ന മസാല, ഈ ചന്ന മസാല അല്ല, ഇതിന് മുന്നേ നമ്മൾ ചന്ന മസാലയുടെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. ആ ചന്ന മസാലയുടെ വീഡിയോയിൽ ഞാൻ ഇതുപോലെ തന്നെ അരച്ച് ചേർത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് ഓരോന്നായിട്ട് അരച്ച് ചേർത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണമായിരുന്നു. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ബാച്ചിലേഴ്സിനെ അതുപോലെ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഈസി ആയിട്ടുള്ള ചന്ന മസാലയുടെ റെസിപ്പി ചെയ്യുന്നത്. അതിന് കുറച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. ഓരോ ഇൻഗ്രീഡിയൻസും സോർട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്. ഇതിന് കുറച്ച് വ്യത്യസ്തമായ ഒരു ടേസ്റ്റ്. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ജോലി കഴിയും. ഇത് അധികം വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം വറ്റുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ വെള്ളം ചേർക്കാതെ പരമാവധി നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ തന്നെ അരച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും. ഇല്ലെങ്കിൽ വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ വെള്ളം ചേർക്കുക. അതിനുശേഷം പോരാതെ വരികയാണെങ്കിൽ മാത്രം കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. അധികം വെള്ളം ആദ്യമേ ഒഴിച്ചിട്ട് അരയ്ക്കരുത്. അധിക സമയം കുക്കാവേണ്ട ആവശ്യമില്ല. ഒന്ന് ആ മസാലകളുടെ എല്ലാം അതുപോലെ തന്നെ നമ്മുടെ സവാളയുടെയും തക്കാളിയുടെയും ഒക്കെ റോസ് ടേസ്റ്റും സ്മെല്ലും ഒന്ന് മാറി വരണം. ഒരു 3 മിനിറ്റ് നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മളിതുപോലെ സോട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കുക. ചെയ്യാതെയാണ് നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചവെള്ളം ചേർത്തിട്ടാണെങ്കിലും കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തത് ആ ടേസ്റ്റ് നഷ്ടമാവാതിരിക്കാനാണ് നമ്മൾ ചൂടുവെള്ളം തന്നെ ചേർക്കുക എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് രാവിലെ, ഇപ്പോൾ നമ്മൾ രാത്രി കടലയൊക്കെ വെള്ളത്തിലിട്ടു, രാവിലെ കുറേ സമയം എടുത്തിട്ട് കറിയൊന്നും ഉണ്ടാക്കാൻ വയ്യ, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, അങ്ങനെ ഒരു എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെയും റെഡിയാക്കാം. അപ്പോൾ 2 രീതിയിലും ഉള്ള ചന്ന മസാല നമ്മൾ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് സമയമുള്ളപ്പോൾ മറ്റേത് ചെയ്യാം, സമയമില്ലാത്തപ്പോൾ ഈ രീതിയിൽ ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് അവസാനം ചേർക്കുന്നത് നമ്മുടെ മല്ലിയിലയും കസൂരി മെത്തിയാണ്. ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിപ്പോൾ ചേർത്തു. കസൂരി മെത്തി കുറച്ച് നമ്മൾ അരച്ചിട്ടുണ്ട്, എങ്കിലും അവസാനം കുറച്ചുകൂടി ചേർക്കും. അപ്പോൾ നമ്മുടെ മസാലയുടെ ആ ഒരു റോ സ്മെല്ലൊക്കെ മാറി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് 8 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചന്ന ചേർക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പൊക്കെ നമുക്ക് പിന്നെ ഏത് സ്റ്റേജിലാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് കുറഞ്ഞു പോയി എന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടലയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിനി കുക്കായി കഴിഞ്ഞിട്ട് ഗ്രേവി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് വെള്ളം തിളപ്പിച്ച് ഒഴിക്കാവുന്നതേ ഉള്ളൂ. ഗ്രേവി കുറഞ്ഞു പോയി എന്നുള്ളതൊന്നും വിഷയമേ അല്ല നമ്മുടെ ഈ ഒരു കറിയിൽ. എന്താ വെച്ചാൽ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ഗ്രേവി ആയിക്കോളും. ഇനി നമുക്കിത് കുക്കർ അടച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 5 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യുക. ഞാൻ ഈ കടല ഇവിടെ കുക്ക് ചെയ്യുമ്പോൾ 5 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് കുക്കായി കിട്ടാറുണ്ട്. നിങ്ങളിപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ 5 വിസിൽ വന്നു, കംപ്ലീറ്റ് പ്രഷർ പോയി കഴിയുമ്പോൾ കുക്കർ തുറന്നു കഴിഞ്ഞിട്ട് കടല കുക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ 1-2 വിസിൽ വരുന്നത് വരെ ഒന്നുകൂടി കുക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യരുത്, വെള്ളം വേഗം വറ്റിപ്പോവും, കടല കുക്കാവില്ല.
അപ്പോൾ എൻ്റെ കുക്കർ ഇങ്ങനെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുക്കർ ഇങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം കുക്കറിൻ്റെ അടപ്പൊന്ന് കയ്യിൽ നിന്ന് താഴെ വീണു. പിന്നെ ഇത് 5 വിസിൽ വരട്ടെ. 5 വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് പ്രഷർ പോയി കഴിഞ്ഞിട്ട് കുക്കർ തുറക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയി. 5 വിസിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് കുക്കറൊന്ന് തുറക്കാം. ഇപ്പോൾ നമ്മുടെ ചന്ന മസാല റെഡിയായി. നമ്മുടെ കടലയൊക്കെ കുക്കായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് സമയം ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് ഗ്രേവി വറ്റിച്ചെടുക്കാം. ഇത്രയും ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കസൂരി മെത്തിയും അതുപോലെ തന്നെ നമ്മുടെ മല്ലിയിലയും ചേർക്കാം. പിന്നെ കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവി ആക്കിയെടുക്കാം. കറക്റ്റായിട്ട് നമ്മുടെ കടല കുക്കായിട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാണ്. ബാക്കി എരിവും എല്ലാം കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് മാത്രമേ കുറവുള്ളൂ. ഇപ്പോൾ ഈ ഒരു അളവിൽ ചേർക്കുകയാണെങ്കിൽ എരിവൊക്കെ കറക്റ്റ് ആയിരിക്കും. പിന്നെ സാധാരണ മുളക് പൊടിയാണെങ്കിൽ അളവിൽ വ്യത്യാസം വരുത്താമെന്ന് ഞാൻ പറഞ്ഞു. ഇതിലിപ്പോൾ നമുക്ക് കുറച്ചുകൂടി തിക്കായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ ചന്ന ഒന്ന് പതുക്കെ നമ്മുടെ കയ്യിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി തിക്കായിട്ടുള്ള ഗ്രേവി ആയി കിട്ടും. മറ്റേ ചന്ന മസാല ചെയ്തപ്പോൾ നമ്മൾ കടല അരച്ച് ചേർക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ അങ്ങനെ അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈസി ആയിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോൾ ഈ രീതിയിലൊന്ന് ഉടച്ച് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മെത്തി ചേർക്കാം. കസൂരി മെത്തിയുടെ ഫ്ലേവർ നമുക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുറച്ച് ചേർക്കാം. അത് ഡിപ്പെൻസ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. എന്താ വെച്ചാൽ ചില ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് കുറച്ച് ഇഷ്ടം ഉണ്ടാവുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് മല്ലിയില കുറച്ച് വിതറി നമ്മൾ സാധാരണ സവാളയും കുറച്ചൊന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇത്ര ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ ചന്ന മസാല ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പിയും നമുക്ക് ചെയ്യാം. ചില റെസിപ്പികൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചില റെസിപ്പികൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാ റെസിപ്പികളും നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.